നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ അഞ്ചരക്കണ്ടി ബാവോട് പരിയാരത്ത് ബോംബ് സ്ഫോടനം. അക്രമികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. പുലർച്ചെ 3 മണിയോടെ 2 ഐസ്ക്രീം ബോംബുകൾ റോഡിൽ എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. പ്രദേശത്തെ കാവിലെ കാഴ്ചവരവുമായി ബന്ധപ്പെട്ട് CPM BJP സംഘർഷാവസ്ഥ നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള സ്ഫോടനമുണ്ടായത്. വളരെ ഗൗരവകരമായി തന്നെ പോലീസ് ഇതെടുത്തിരിക്കുകയാണ്. സംഘർഷാവസ്ഥ കാരണം ഇവിടെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അല്പം മാറിയാണ് സ്ഫോടനം നടന്നത്. സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഇന്ന് ഇരു പാർട്ടികളുടെ പ്രതിനിധികളുമായി ചക്കരയ്ക്കൽ പോലീസ് ചർച്ച നടത്താനിരിക്കവെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസ് വാഹനത്തിന് സമീപത്ത് വെച്ചായിരുന്നു സ്ഫോടനം. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. പ്രദേശത്ത് CPM BJP പാർട്ടികൾ തമ്മിൽ സംഘർഷമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്ഫോടനം എന്നതാണ് ഏറെ ഗൗരവകരമായ കാര്യം. ഇന്നലെയും പ്രദേശത്ത് കൊടിതോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. പട്രോളിംഗിനോടനുബന്ധിച്ച് രാവിലെ പോലീസ് വാഹനം കടന്നു പോകുന്നതിനിടെയാണ് ബോംബ് പൊട്ടിത്തെറിച്ചത്. പോലീസ് വാഹനത്തിന്റെ ഏകദേശം 50 മീറ്റർ ദൂരത്ത് വെച്ചായിരുന്നു സ്ഫോടനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അതേസമയം കണ്ണൂരിലെ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മൾ കേട്ടതാണ്. അതിൻ്റെ ഒരു അലയൊലികൾ അവസാനിക്കുന്നതിന് മുന്നെയാണ് വീണ്ടും കണ്ണൂരിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവമായിരുന്നു അത്. ഈ ഒരു സംഭവത്തിൽ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകരായ 4 പേർ അറസ്റ്റിലായിരുന്നു. ചെറുപറമ്പ് അടുങ്കുടി വയലിൽ അടുപ്പുകൂട്ടിയ പറമ്പത്ത് ഷബിൻലാൽ, അതുൽ, അരുൺ, സായൂജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നോത്തുപറമ്പ് മുളിയാത്തോട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ചാണ് ബോംബ് നിർമ്മിച്ചത്. അതിനിടെ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. CPM പ്രവർത്തകനായ കൈവേലിക്കൽ എലിക്കുത്തിന്റെ വിട കാട്ടിന്റെ വിട ഷെറിനാണ് കൊല്ലപ്പെട്ടത്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അതിനിടയിൽ DYFI പ്രാദേശിക നേതാവ് അടക്കം കേസിൽ അറസ്റ്റിലായിരുന്നു. DYFI മീത്തലൈ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അമൽ ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ സ്ഫോടനം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി LC അംഗം A അശോകനും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട് സന്ദർശിച്ചിരുന്നു. ഇതൊക്കെ വലിയ വിവാദമായ സംഭവങ്ങളാണ്. പാനൂർ ബോംബ് സ്ഫോടനം വലിയ വിവാദമായത് തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പിനിടയിൽ ഇത്തരത്തിലൊരു ബോംബ് നിർമ്മാണം നടക്കുന്നു, അത് പൊട്ടിത്തെറിക്കുന്നു എന്നതൊക്കെ വലിയ വാർത്തയായതാണ്. അതിനിടയിൽ ഇപ്പോൾ വീണ്ടും കണ്ണൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ഇത്തവണ ഐസ്ക്രീം ബോംബുകളാണ് അറിഞ്ഞിരിക്കുന്നത്. പ്രദേശത്ത് BJP CPM സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അത് വളരെ ഗൗരവകരമായി തന്നെ അന്വേഷണ സംഘം എടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.